ആസ് ദോ. നമ്മളിപ്പോൾ ആസ് ഇഫ് പറഞ്ഞതുപോലെ തന്നെയാണ് അതേ മീനിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ആസ് ദോ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ആസ് ദോ. ആസ് ദോ, ആസ് ദോ. വേറെയും ധോസ് ഒക്കെ ഉണ്ട് അല്ലേ, ഈവൻ ദോ അല്ലെങ്കിൽ ധോ. ഈ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓൾ ദോ, ഈവൻ ദോ, ധോ. അതിന് മൂന്നിനും ഒരേ അർത്ഥം, ദോ, ഓൾ ദോ, ഈവൻ ദോ. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ബട്ട് റൈറ്റ് നൗ വി ഡിസ്കസ് ആസ് ദോ. ആസ് ദോ എന്ന് പറഞ്ഞാലും ആസ് ഇഫ് എന്ന് പറഞ്ഞ പോലെ, എന്ന പോലെ, എന്ന മട്ടിൽ എന്നാണ് അർത്ഥം. ദറ്റ് മീൻസ് ലൈക്ക് അല്ലെങ്കിൽ ആസ് ഇഫ് ഓർ ഇൻ എ വേ ദറ്റ് സീംസ്. ഇങ്ങനെ തോന്നുന്ന രൂപത്തിൽ. നോക്കിയേ, യു ആക്ട് ആസ് ദോ നത്തിങ് ഹാപ്പൻഡ്. യു ആക്ട്, എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആസ് ദോ നത്തിങ് ഹാഡ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചിട്ടില്ല. യു ആക്ട് ആസ് ദോ നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെയാണ് നീ അഭിനയിക്കുന്നത്, നീ പെരുമാറുന്നത്, നീ നടിക്കുന്നത്. അടുത്ത ആ പിക്ചറിലേക്ക് നോക്കിയേ. ഇറ്റ് സ്മെൽസ് ആസ് ഓഫ് സംതിങ്സ് ബേണിങ് ഇൻ ദ കിച്ചൺ. ഇറ്റ് സ്മെൽസ്, മണക്കുന്നുണ്ട്. എങ്ങനെ? ആസ് ദോ, എന്നതുപോലെ, എന്ന മട്ടിൽ, എന്നതുപോലെ, എന്തുപോലെയാ? സംതിങ്സ് ബേണിങ് ഇൻ ദ കിച്ചൺ, അടുക്കളയിൽ എന്തോ കരിയുന്നത് പോലെ, കത്തുന്നത് പോലെ മണക്കുന്നുണ്ട് എന്നതുപോലെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ. ആസ് ദോ, അവൾ കരയാൻ പോകുന്ന പോലെ തോന്നുന്നു. She looks as though she's going to cry. നിനക്ക് ജലദോഷം പിടിപെട്ടതുപോലെയാണ് തോന്നുന്നത്. You sound as though you've got a cough. അവർ എന്നെ അറിയുക പോലും ഇല്ലാത്തതുപോലെ പെരുമാറി. They acted as though they didn't even know me. ആ മീറ്റിംഗ് ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നി. It seemed as though the meeting would never end. ദിവസം മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തതുപോലെയാണ് നീ കഴിക്കുന്നത്. You're eating as though you haven't had food all day.